ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മെഗാസ്റ്റാർ പത്മഭൂഷൺ മമ്മൂട്ടി, അദ്ദേഹം സിനിമ ലോകത്തോട്ട് വന്നിട്ട് 55 വർഷം തികഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ആദ്യം അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെ ഒരു തോണിക്കാരനായിട്ട് മലയാള സിനിമയിലോട്ട് ഒരു ഈർക്കിളി പോലെ വന്നൊരു മനുഷ്യൻ ഇന്ന് അദ്ദേഹം നിൽക്കുന്നത് മറ്റുള്ള താരങ്ങൾക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരത്തിലാണ്. അന്ന് ആ വന്ന ടൈമിൽ ഒരു എലുമ്പൻ രൂപമുള്ള ആ ഒരാൾ ഇന്ന് മലയാള സിനിമയുടെ ഒരു സൗന്ദര്യ പുരുഷൻ, അതുപോലെ തന്നെ ഗ്ലാമറിൻ്റെ ഒരു അവസാന വാക്കുമാണ് മമ്മൂക്ക. ഒരു ഗ്ലാമർ മാത്രമല്ല, അദ്ദേഹം ചെയ്യാത്തതായിട്ടുള്ള ക്യാരക്ടറുകളെല്ലാം അദ്ദേഹം വില്ലനായിട്ടും സഹനടനായിട്ടും നായകനായിട്ടും അതുപോലെ തന്നെ കൊമേഡിയനായിട്ടും ക്രൂരനായ വില്ലനായിട്ടും എല്ലാത്തരം വേഷങ്ങളും, ഭൂതമായിട്ടും പ്രേതമായിട്ടും എന്തൊക്കെ പറയാൻ പറ്റും, അത്ര ഏട്ടനായിട്ടും മനിയനായിട്ടും ഒരു മാസ് ഹീറോ പരിവേഷമുള്ള ക്യാരക്ടറായിട്ടും ചെറിയ കുട്ടികളുടെ രീതിയിലുള്ള എല്ലാത്തരം ക്യാരക്ടറും ചെയ്ത് മലയാള സിനിമയിൽ നിന്ന് മുന്നേറിക്കൊണ്ട് കാലങ്ങൾക്കനുസരിച്ച് തൻ്റെ കഥാപാത്രങ്ങളെ മാറ്റുന്ന മലയാളത്തിൻ്റെ ഒരേ ഒരു നടൻ മമ്മൂട്ടി മാത്രമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റില്ല. കാരണം ഏത് കാലഘട്ടത്തിൽ ഏത് സിനിമ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായൊരു നിലപാടുണ്ട്. അല്ലാതെ 2000 ഇറങ്ങിയ അടിപ്പടങ്ങളെ പോലെ ഇന്നും അതുപോലെ ആളുകൾ സ്വീകരിക്കുന്നു വിചാരിച്ച് വരുന്ന ഒരാളല്ല അദ്ദേഹം. ഇന്ന് പ്രേക്ഷകൻ എത്രത്തോളം അവരുടെ ഒരു സിനിമ കാണുന്നതിൻ്റെ ആസ്വാദനം എത്രത്തോളം അവർക്ക് അവരുടെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ റോഷാക്കും നൻപകൽ നേരത്തെ മയക്കും അതുപോലത്തെ കാതലും അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ വരുന്നത്. ലാസ്റ്റായിട്ട് കളങ്കാവൽ വന്നു, അതുപോലെ തന്നെ പാട്രിയോട്ട് വന്നു, ഇനി വരാൻ പോകുന്ന നിതീഷിൻ്റെ പടം വരുന്നുണ്ട്, പദയാത്ര വരുന്നുണ്ട്. ഒരുപാട് ചിത്രങ്ങളിങ്ങനെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു സിനിമാ നടൻ എന്നതിലുപരി അദ്ദേഹം ഒരു പ്രൊഡ്യൂസറാണ്, അദ്ദേഹം ഒരു നിർമ്മാതാവാണ്, പിന്നെ ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് എവിടെയും തുറന്നു പറയുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് അദ്ദേഹം. 55 വർഷം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു വെറുതെ വന്നു പോകുന്ന ആളല്ല. അത്രത്തോളം ഒരു സ്ട്രഗിൾ ചെയ്ത്, കാരണം അദ്ദേഹത്തിന് ഒരു നല്ല രീതിയിൽ ഡാൻസ് കളിക്കാൻ അറിയില്ല, പാട്ട് പാടാൻ അറിയില്ല, എന്നിട്ടും അദ്ദേഹം ഇന്ന് മലയാള സിനിമ ടോപ്പ് 1 നായകന്മാരിൽ ഒരാളാണ്. അതുപോലെ തന്നെ 4 നാഷണൽ അവാർഡ് വാങ്ങിയ മലയാളത്തിൻ്റെ ഒരു താരമാണ്. അമിതാഭ് ബച്ചനോടൊപ്പം 4 നാഷണൽ അവാർഡ് വാങ്ങിയ ഒരേ ഒരു സ്റ്റാറും കൂടിയാണ് മമ്മൂക്ക. പത്മഭൂഷൺ, പത്മശ്രീ, ഡബിൾ ഡോക്ടർ, അങ്ങനെ ഒരുപാട് ബഹുമതികൾ, ഫിലിം ഫെയർ അവാർഡുകൾ, സ്റ്റേറ്റ് അവാർഡുകൾ എല്ലാം വാരിക്കൂട്ടി. ഭ്രമയുഗം എന്നൊരൊറ്റ ചിത്രം കൊണ്ട് ലോകം മൊത്തം അദ്ദേഹം അറിയിച്ചു മലയാള സിനിമയുടെ ഒരു കഴിവ് എത്രത്തോളം, മലയാള സിനിമ എത്രത്തോളം വളർന്നു എന്നുള്ളത് അദ്ദേഹം ഒരൊറ്റ സിനിമയിലൂടെ നമ്മുടെ ലോകത്തെ കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിലൂടെ ഒരുപാട് നമ്മുടെ പുറമേ ഇൻഡസ്ട്രി, തമിഴും തെലുങ്കും ഹിന്ദി അങ്ങനെയുള്ള ഒരുപാട് ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാരണങ്ങൾ കൊണ്ട് മലയാളത്തെ അംഗീകരിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും ആ ക്യാരക്ടറായിട്ട് അദ്ദേഹം മാറാനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട്. അല്ലാതെ ഞാൻ മമ്മൂട്ടിയാണ് എന്നുള്ള ഒരു ക്യാരക്ടർ നമുക്കൊരിക്കലും പാലേരിമഴക്കം കണ്ട ഒരാൾക്കൊരിക്കലും പഴശ്ശിരാജ കണ്ടാൽ അത് ഈ ആളാണ് അഭിനയിച്ചത് ഒരിക്കലും തോന്നില്ല. അങ്ങനെ എല്ലാത്തരം ക്യാരക്ടറും, ലൗഡ് സ്പീക്കറായാലും, ചട്ടമ്പി നാടായാലും, വെന്നീസിലെ വ്യാപാരിയായാലും, ഷൈലോക്കായാലും, പോക്കിരിരാജായാലും, മധുരാജ്, അങ്ങനെ പല വ്യത്യസ്ത ക്യാരക്ടറുകൾ ചെയ്യാൻ ഇന്ന് മലയാള സിനിമയിൽ മമ്മൂട്ടിയല്ലാതെ മറ്റൊരു നടനും, അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ലാലേട്ടൻ ഉണ്ടെങ്കിൽ കൂടിയും, പക്ഷേ മമ്മൂക്ക ചെയ്യുന്ന അത്ര വെറൈറ്റി റോളും അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദത്തിൻ്റെ ഒരു വ്യത്യാസം അങ്ങനെയുള്ള ക്യാരക്ടറൊന്നും ചെയ്യാൻ ഒരിക്കലും നമ്മുടെ മമ്മൂക്കയ്ക്ക് അല്ലാതെ മറ്റൊരു നടനും കഴിയില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ തെളിയിച്ചതാണ്. മറ്റുള്ളവരൊക്കെ അതിൽ പരാജയപ്പെട്ടു പോയാണ്. ഇന്നും മലയാള സിനിമയിൽ അദ്ദേഹത്തിന് 74 വയസ്സിലും അദ്ദേഹം ഇന്നും താരസിംഹാസനത്തിൻ്റെ നമ്പർ 1 നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നമാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം സൂക്ഷിക്കാം, അദ്ദേഹത്തിൻ്റെ ശബ്ദം സൂക്ഷിക്കുക, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്ടിങ് സ്കില്ല് അദ്ദേഹം എന്നും ഇങ്ങനെ ഒരസിക്കൊണ്ടിരിക്കുക. കാരണം അദ്ദേഹം തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു നായകന്മാർക്കും അല്ലെങ്കിൽ നായികമാർക്കും അങ്ങനെ ഒരു കഴിവില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഒരു ടൈം കഴിയുമ്പോൾ, ഒരു ലിമിറ്റ് കഴിയുമ്പോൾ അവർ പല കാര്യങ്ങളും ഒതുങ്ങിക്കൂടി പോകുന്ന ഒരു ടൈപ്പായിട്ട് മാറും. പക്ഷെ മമ്മൂക്ക അന്നും ഇന്നും അദ്ദേഹത്തിന് അഭിനയത്തോടുള്ള അധിനിവേശമാണ്
ഈ ഒരു വിജയത്തിൻ്റെ ഒരു ഘടകമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് പണം എന്നുള്ളൊരു ഇതല്ല അദ്ദേഹത്തിന്. കാരണം പണം മാത്രമാണെങ്കിൽ അദ്ദേഹം ഇന്ന് പല റോളുകൾ, അതായത് വെറും മാസം മാത്രം ചെയ്ത് മുന്നോട്ട് വന്ന്. അദ്ദേഹം അങ്ങനെയല്ല. മറ്റുള്ള പ്രൊഡ്യൂസർമാർ ഇങ്ങനെയുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അത് റിസ്ക് ആണെന്ന് അറിയുമ്പോൾ അദ്ദേഹം സ്വന്തം പ്രൊഡക്ഷനായ മമ്മൂട്ടി കമ്പനിയുടെ പേരിൽ ആ സിനിമകൾ നിർമ്മിക്കും. അതുപോലെ തന്നെ അത് ഒരുപാട് മേഖലകൾ എത്തിക്കുക, അത് ജനശ്രദ്ധ നേടിപ്പിക്കുക എന്നുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒരു വിദഗ്ധനാണ്. മറ്റുള്ള പ്രൊഡ്യൂസർമാർക്ക് ചെയ്യാൻ കഴിയാത്തതും അല്ലെങ്കിൽ ധൈര്യമില്ലാത്തതും സംഭവങ്ങൾ അദ്ദേഹം സ്വന്തം റിസ്കിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താ പറയുക, സിമ്പിളായിട്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ. പക്ഷെ അദ്ദേഹം ഒഴിവാക്കാതെ ഈ ഒരു ഡയറക്ടർക്ക് ഇന്നതാണ് പറയാനുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ എന്നുള്ള മൈൻഡിൽ അദ്ദേഹം ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ആരെയും ഒരു സിനിമാ മേഖലയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഏത് ആളായാലും, ഒരു നടനായാലും നടിയായാലും അല്ലെങ്കിൽ ക്യാമറാമാനോ ഡയറക്ടറായാലും സ്ക്രിപ്റ്റായാലും ആരായാലും അവരെ സിനിമയിലോട്ട് എന്താ പറയുക കൈ പിടിച്ച് കയറ്റാനുള്ള ഒരു ആവേശം ഇന്നും അന്നും എന്നും അദ്ദേഹത്തിനുണ്ട്. ഒരു പുതിയ സംഭവം കിട്ടുമ്പോൾ അത് ഞാൻ ചെയ്തു നോക്കാം, എനിക്ക് പറ്റും എന്നുള്ളത് അദ്ദേഹം ഒരിക്കലും അതിനെ നിരസിക്കാറില്ല. അദ്ദേഹത്തിന് ചൂസ് ചെയ്യാൻ എന്താ പറയുക നല്ലതാണ്, അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്താൽ നന്നാവും എന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹം അതിനെ ഒഴിവാക്കി അവരെ മടക്കി പറഞ്ഞയക്കാതെ, ഇനി ഒരു പ്രൊഡ്യൂസർ അതിനില്ലെങ്കിൽ അദ്ദേഹം റിസ്ക് എടുത്ത് ചെയ്യും. എന്തായാലും മമ്മൂക്കയ്ക്കും ഇനിയും നല്ല നല്ല ക്യാരക്ടർ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടട്ടെ, അത് കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവട്ടെ. 55 അല്ല 60 അല്ല 70 അല്ല 100 വർഷം അദ്ദേഹം ഇനി മലയാള സിനിമയിൽ നിൽക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ.